ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 019/2024 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 2024 തന്നെ നടന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്തത്, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് എന്ന ചോദ്യം. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേട്ടോ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ബാലഗംഗാധര തിലകനാണ് കേട്ടോ. ബാലഗംഗാധര തിലകൻ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ് കേട്ടോ. 44. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെയാണ് ചോദിച്ചത്. അപ്പോൾ ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്കറിയാം, BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 10ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ് കേട്ടോ. മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങൾ. അടുത്തത് 11ാമത്തെ ചോദ്യം, കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ കേട്ടോ. അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. 14ാമത്തെ ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്നു ആരാ? തോമസ് ഹാർവേ ബാബർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. തോമസ് ഹാർവേ ബാബർ ആണ്. 15ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം കേട്ടോ. പുന്നപ്ര വയലാർ സമരം. 16, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ? ആശിഷ് ജിതേന്ദ്ര ദേശായി കേട്ടോ. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഓപ്ഷൻ ബി ആൻസർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം ആരുടെയാണ്? VP മേനോൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. VP മേനോൻ. 19, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രഞ്ച് ഏതായിരുന്നു? പോണ്ടിച്ചേരി കേട്ടോ. പോണ്ടിച്ചേരി. 20ാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? ആരാണ്? KM പണിക്കർ കേട്ടോ. സർദാർ KM പണിക്കർ ആയിരുന്നു. 20ാമത്തത് ഡി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനി. റൂർക്കേല ജർമ്മനി.
ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? മംഗൾയാൻ കേട്ടോ, മംഗൾയാൻ. 23ാമത് ചോദ്യം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ കേട്ടോ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രഗ്യാൻ കേട്ടോ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രഗ്യാൻ കേട്ടോ, പ്രഗ്യാൻ. 25ാമത് ചോദ്യം. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇതിൽ ഏതൊക്കെയാണ്? 1ഉം 3ഉം കേട്ടോ. 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ. ശരിയായത് കേട്ടോ, 1ഉം 3ഉം. അതായത് മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല കേട്ടോ. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ.